ോടും പറയാൻ തന്നെ ഒരു നാണക്കേടായിരുന്നു. AV ആർട്സ് എനിക്കൊരു മെസ്സേജ് അയച്ചു. ശരിയാവോ ഉണ്ടായിരുന്നു, മരിച്ചു പോയവരാണ് രാത്രി നിശാശലഭമായിട്ട് വരാറുള്ളതെന്നൊക്കെ. മരണത്തിനെ പറ്റിയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗോ വിത്ത് വൈബ് ബൈ അഭിരാമി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്താന്ന് വെച്ചാൽ, ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നീണ്ടു പോവുകയാണ്. ഏകദേശം കുറേ നാളായിട്ട് ഇപ്പൊ ലോങ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പൊ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇതിൽ ഫോക്കസ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നടക്കട്ടെ. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എന്നോ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളത്. ഈ കൊറോണ സമയത്തൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം. പക്ഷെ നാട്ടുകാരെന്ത് വിചാരിക്കും, അയൽക്കാരെന്ത് വിചാരിക്കും, കുടുംബക്കാരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനങ്ങ് വേണ്ട 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 എന്ന് വെച്ചിട്ട് അതങ്ങ് നീട്ടി വിടുമായിരുന്നു. ഫൈനലി ഇപ്പോഴാണ് എനിക്കതിനുള്ള സമയം വന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ സമയം എടുത്തു, അത് തീരുമാനിച്ച് ഞാൻ അത് തുടങ്ങി കഴിഞ്ഞപ്പോ ഞാൻ വിചാരിക്കാത്ത പോലത്തെ സപ്പോർട്ടായിരുന്നു കേട്ടോ എല്ലാവരുടെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആദ്യമൊക്കെ കുറച്ച് പേർക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നു എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെന്നുള്ള കാര്യം. എല്ലാവരോടും പറയാൻ തന്നെ ഒരു നാണക്കേടായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്, ഹസ്ബൻഡിന്റെ ഫാമിലി, പിന്നെ എൻ്റെ വീട്ടില് എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. അങ്ങനെ കുറച്ച് അത്യാവശ്യം ഷോർട്സ് ഒക്കെ ഇങ്ങനെ എന്താ പറയാ ഒന്ന് പച്ച പിടിച്ച് വരുന്നത് കണ്ടപ്പോ ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് അങ്ങനെ കൂടുതൽ പേര് അറിയാൻ തുടങ്ങി. ഇപ്പൊ ഓൾമോസ്റ്റ് എന്നെ അറിയുന്നവർക്കൊക്കെ എനിക്ക് യൂട്യൂബ് ഉണ്ടെന്നുള്ള കാര്യം അറിയാം. എല്ലാവരും നല്ല സപ്പോർട്ടുമാണ്. നെഗറ്റീവ് പറയുന്നവരുണ്ട് കേട്ടോ, അത് പിന്നെ മൈൻഡ് ചെയ്യണ്ട. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു കുറെ വർഷമായി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. പക്ഷെ അതിൽ വീഡിയോസ് ഒന്നും അങ്ങനെ ഇടാറൊന്നുമില്ലായിരുന്നു. ചുമ്മാ തുടങ്ങി ഇട്ടിട്ടുണ്ടായിരുന്നു. കൊറോണ സമയത്തായിരുന്നു തോന്നുന്നു. പക്ഷെ അതിൽ വീഡിയോ ഇടാനുള്ള മടി കാരണം അതിങ്ങനെ അവിടെ തന്നെ ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പം ആ യൂട്യൂബിലാണ് ഞാനിപ്പോ എന്റെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ കണ്ടന്റിലേക്ക് വരാം. ഇത് യൂട്യൂബിന്റെ കൂടെ തന്നെ വേറൊരു ആഗ്രഹം കൂടി എനിക്കുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ ഒരു ചെറിയൊരു സ്മോൾ ബിസിനസ്, അത് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ചെറിയൊരു സ്മോൾ ബിസിനസ് തുടങ്ങണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് എന്ത് ബിസിനസ്സാ തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. പക്ഷെ തുടങ്ങണമെന്ന് പണ്ടു തൊട്ടേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ പേജ്, ഇൻസ്റ്റയിൽ ഒരു പേജ് തുടങ്ങി. അതില് AV ആർട്സ് എന്നും പറഞ്ഞൊരു പേരൊക്കെ കൊടുത്തു. AV ആർട്സ് എന്ന് വെച്ചാൽ A ഫോർ അഭിരാമി, B ഫോർ വിഷ്ണുദേവ്, എന്റെ ഹസ്ബൻഡിന്റെ പേരാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും പേര് ഇതൊക്കെ വെച്ചിട്ട് AV ആർട്സ് എന്നും പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ തുടങ്ങി. പക്ഷെ അതിൽ എന്ത് വീഡിയോസ് ഇടണം, അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള ഓൺലൈൻ ബിസിനസ് ആണ് തുടങ്ങേണ്ടത് എന്നുള്ളത് ഒരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. ദൈവം സഹായിച്ച് അത്യാവശ്യം നല്ലതുപോലെയൊക്കെ വരയ്ക്കാനും ചെറുതായിട്ടൊക്കെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാനൊക്കെ അറിയാവുന്നത് കൊണ്ട് എന്നാ പിന്നെ അങ്ങനത്തെ ഒരു മേഖലയിലേക്ക് തന്നെ പോവാന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ എങ്ങനെയാണ് അതില് കസ്റ്റമേഴ്സിനെ ഇതാക്കുക, അതിനെ പറ്റി ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ ഇരിക്കെ അതില് എന്തൊക്കെയോ ഫോട്ടോ ഫ്രെയിമിന്റെ ഒക്കെ എന്തൊക്കെയോ ആദ്യമൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അതായത് ബർത്ത്ഡേ ഫ്രെയിംസ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എന്റെ ഹസ്ബൻഡിന് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് സ്ക്രാപ്പ് ബുക്ക്, എന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഞാനൊരു സ്ക്രാപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിലുണ്ടായിരുന്ന ചെറിയ പേപ്പറും കാര്യങ്ങളും, അത്ര പെർഫെക്ഷൻ ഒന്നുമില്ല, ഫസ്റ്റ് കാര്യമാണല്ലോ. അപ്പൊ അത് ഞാൻ അതിൽ പോസ്റ്റ് ചെയ്തു. പക്ഷെ വലിയ ഓർഡർ ഒന്നും കിട്ടിയില്ല. പിന്നെ ആ ഒരു കാര്യം അങ്ങ് വിട്ടു. എന്നുവെച്ചാ നടക്കത്തില്ല എന്ന് വിചാരിച്ചു. പിന്നെ അത് വലിയ മൈൻഡ് ചെയ്തില്ല. അപ്പോ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ വെറുതെ ഇങ്ങനെ നിന്ന സമയത്ത് എന്റെ കല്യാണ ഫോട്ടോ ഞാനിങ്ങനെ ഫോണിൽ നോക്കിയപ്പം ഇങ്ങനെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അമ്മേന്റെ അച്ഛൻ, അപ്പൂപ്പൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഞാനൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് മരിച്ചു പോയതായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്റെ കല്യാണത്തിന് അപ്പൂപ്പൻ ഉണ്ടാവണം എന്നുള്ള കാര്യം. അതുപോലെ തന്നെ എന്റെ അമ്മാമ്മയും കല്യാണത്തിന് വരാൻ പറ്റിയില്ല. ആൾക്ക് കാലിനൊക്കെ വയ്യാതിരുന്നതുകൊണ്ട് ഗുരുവായൂർ വെച്ചായിരുന്നു കല്യാണം. അതുകൊണ്ട് അമ്മാമ്മയ്ക്കും വരാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോയിലേക്ക് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. എന്റെ അപ്പാപ്പനെയും അമ്മാമ്മേനെയും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് അമ്മേനെ ഒന്ന് കാണിച്ച് അമ്മയ്ക്കൊരു സന്തോഷമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് വെറുതെ ഞാൻ എഡിറ്റ് ചെയ്ത്, എനിക്ക് എഡിറ്റിങ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, എനിക്ക് ഈ ചിത്രം വരയ്ക്കുക, ഫ്രെയിം ചെയ്യുക, എഡിറ്റിങ്, വീഡിയോ എടുക്കുക, ഇതിനോടൊക്കെ ഭയങ്കര, പഠിത്തത്തിനെക്കാട്ടിലും കൂടുതൽ ഇൻട്രസ്റ്റ് ആണ് ഇതിനോട്.
അതുകൊണ്ട് തന്നെ ഞാനത് എഡിറ്റ് ചെയ്തു. ജസ്റ്റ് നോർമൽ ഫോണിൽ തന്നെ എനിക്കറിയാവുന്ന രീതിയിൽ ഞാനത് എഡിറ്റ് ചെയ്തു. എഡിറ്റ് ചെയ്തിട്ട് ഞാനത് അമ്മേനെ കാണിച്ചു. കാണിച്ചപ്പോൾ അത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാനത് വെറുതെ ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമില് ഞാൻ ഈ ഭദ്രമായിട്ട് മാറ്റി വെച്ച എൻ്റെ സ്മോൾ ബിസിനസ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്തു. അതിൽ മാത്രമല്ല വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ആക്കി വെച്ചു. കാരണം ചെറിയൊരു അത് ഒരിക്കലും ഞാനൊരു ബിസിനസ് മൈൻഡിലേക്കോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഇല്ലാതെ ഞാൻ വെറുതെ അമ്മയെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തൊരു വർക്ക് വെറുതെ ഒന്ന് എഡിറ്റ് ചെയ്ത് പാട്ടൊക്കെ ഇട്ട് ഒന്ന് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടതായിരുന്നു കേട്ടോ. അത് കണ്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു മെസ്സേജ് അയച്ചു. എനിക്ക് കിട്ടുന്ന ഫസ്റ്റ് വർക്കാണ് എനിക്ക് കിട്ടുന്നത്. ആർഷ എന്നാണ് അവളെ പേര്, എൻ്റെ ഫ്രണ്ടാണ്. അവൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, എടി എനിക്കൊരു ഫോട്ടോ ചെയ്തു തരുമോ, ഇതേപോലെ എൻ്റെ അച്ഛൻ ഗൾഫിലാണ്, എൻ്റെ മോളുടെ ചെറുകേട്ടൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അച്ഛനെയും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു ഫാമിലി ഫോട്ടോ ചെയ്തു തരുമെന്ന്. ആദ്യം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി. കാരണം ശരിയാവുമോ എന്തായിരിക്കും എനിക്ക് വലുതായിട്ട് അറിയത്തില്ല. എന്നാലും ഞാൻ അവളോട് പറഞ്ഞു ട്രൈ ചെയ്യാം. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു പേയ്മെൻറ്റ് എത്രയാണ്. അപ്പം ശരിക്കും ഞാൻ ബ്ലാങ്ക് ആയിപ്പോയി. കാരണം എനിക്ക് ഫസ്റ്റ് എൻ്റെ ലൈഫിൽ കിട്ടുന്ന ഒരു ഓർഡറാണ്. കാരണം ഞാൻ അതുവരെ ഞാൻ സ്വന്തമായിട്ട് ഒരു രൂപ പോലും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അന്ന് എനിക്ക് ഫസ്റ്റ് ഒരു വർക്ക് കിട്ടുമ്പോൾ എത്രയാണ് അതിന് എമൗണ്ട് പറയേണ്ടത് എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു എനിക്കിനി 250 രൂപ 250ആണോ 350ആണോ ഓർമ്മയില്ല. ഞാനിങ്ങനെ ഓൺലൈനിലൊക്കെ സെർച്ച് ചെയ്തിട്ട് വേറെ കുറേ ഇതേപോലെ വർക്ക് ചെയ്യുന്ന പേജസിനെയൊക്കെ നോക്കി അവർ മേടിക്കുന്ന ഒരു എമൗണ്ട് അറിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു റേറ്റ് പറഞ്ഞത് കേട്ടോ. ഞാൻ വളരെ കുറച്ചാണ് പറഞ്ഞത്, ഫസ്റ്റ് വർക്കാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഒരു 350 രൂപയാണോ 250ആണോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, നീ എനിക്ക് അത്രയും തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ഓക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെ വർക്ക് ചെയ്ത് അവൾക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവൾ എനിക്ക് പൈസ അയച്ചു തന്നു. ആ സമയത്തുണ്ടായ ഒരു ഫീൽ എന്ന് പറയുന്നത്, ആദ്യമായിട്ട് സ്വന്തമായിട്ട് അധ്വാനിച്ചൊരു പൈസ ഉണ്ടാക്കി, അത് ആ ഫീൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ ഒരു ഇതായി, എന്നാൽ പിന്നെ ഇത് തന്നെ ചെയ്താലോ. കാരണം ഫോട്ടോ ഫ്രെയിം ചെയ്യുക അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യുന്നതാണല്ലോ. പക്ഷെ ഇതെന്ന് പറയുന്നത് നമുക്ക് പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാൻ പറ്റിയ ഭയങ്കര ഒരു ഏറ്റവും എന്താ പറയുക ഭയങ്കര വലിയൊരു ഗിഫ്റ്റ് ആയിരിക്കും. ഈ മെമ്മറീസ് ഫ്രെയിം ആക്കി വെക്കുക, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ആകാൻ പറ്റാത്തവർ ഇൻക്ലൂഡ് ചെയ്യുക, അതൊക്കെ വലിയൊരു കാര്യമാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ പിന്നെ ഇത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ച ഒരു സ്മോൾ ബിസിനസ്, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച കാര്യം കറക്റ്റ് എൻ്റെ കൺമുന്നിൽ തന്നെ വന്നു എന്ന് പറയാലോ. അങ്ങനെ ഞാൻ അത് തന്നെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എനിക്ക് രണ്ടാമത് കിട്ടുന്ന വർക്ക് അതും എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് തന്നത്. അഷിത എന്നാണ് അവളെ പേര്. അപ്പോൾ അവളെ ഹസ്ബൻഡിൻ്റെ മദർ അവർ ചെറുപ്പത്തിൽ മരിച്ചുപോയതാണ്. അതായത് ഹസ്ബൻഡ് ചെറുപ്പത്തിൽ മരിച്ചുപോയതായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ബ്രദറിനെയും ഈ ഉമ്മയെ വെച്ചിട്ട് ഒരു ഫോട്ടോ ചെയ്തു തരുമെന്ന് ചോദിച്ചു. അപ്പോൾ അവൾക്ക് വിത്ത് ഫ്രെയിം വേണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ അതും ചെയ്തു. ആ സമയത്തൊന്നും എനിക്ക് ഫ്രെയിമിന് എത്രയാവും ഒന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാനത് ചെയ്തു, ആൾക്കത് അയച്ചു കൊടുത്തു, അതവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ പിന്നെ സ്റ്റാറ്റസ് ഇട്ട്. ആദ്യമൊക്കെ ഓർഡേഴ്സ് വളരെ കുറവായിരുന്നു. അതായത് ഫ്രണ്ട്സ്, അതുപോലെ തന്നെ ഞാൻ തന്നെ ഇങ്ങനെ അങ്ങോട്ട് ചിലരോടൊക്കെ ചോദിക്കും, ഇങ്ങനത്തെ ഫോട്ടോ വേണോ, ആരോടെങ്കിലും ചോദിക്കുമോ, എനിക്ക് വർക്ക് തരുമോ. നമ്മൾ ആദ്യമൊക്കെ കുറച്ച് സ്ട്രഗിൾ ചെയ്യണം, എന്നാലേ നമുക്ക് പിന്നെ വർക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ എനിക്ക് 2-3 വർക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടി തുടങ്ങി. ദൈവം സഹായിച്ച് അതൊക്കെ മാക്സിമം നല്ലതുപോലെ തന്നെ ചെയ്ത് തീർക്കാനും പറ്റി. ആ സമയത്ത് എനിക്ക് നേരിട്ട പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഫ്രെയിമിന്റെ കാര്യത്തിലായിരുന്നു. എന്താന്ന് വെച്ചാൽ ഞാൻ ആ സമയത്തൊക്കെ ഗ്ലാസ് ഫ്രെയിം ആയിരുന്നു അയച്ചുകൊണ്ടിരുന്നത്. ഗ്ലാസ് ഫ്രെയിം അയക്കുന്നതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് നമ്മൾ കൊറിയർ അയക്കുമ്പം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പാക്ക് ചെയ്ത് അയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോവും. അതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ആദ്യമൊക്കെ ഞാൻ ഒന്നുമില്ലാതെ വെറുതെ അയച്ച് ഫ്രെയിമൊക്കെ പൊട്ടിയിട്ടുണ്ട്. പിന്നെ കസ്റ്റമേഴ്സ് നല്ലവരായതുകൊണ്ട് അവർ വലിയ ഇതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ചിലതൊക്കെ ഞാൻ മാറ്റി റീപ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ തെർമോക്കോള്, ബബിൾ റാപ്പൊക്കെ വെച്ചിട്ട് റാപ്പൊക്കെ ചെയ്ത് ഭയങ്കര സെറ്റായിട്ട് അയക്കാനും തുടങ്ങി. അങ്ങനെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഡെയിലി വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്ത് അത്യാവശ്യം
അവിടുന്ന് ഇവിടുന്നും ഒക്കെ ഒന്നോ രണ്ടോ വർക്കൊക്കെ കിട്ടി 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 തുടങ്ങി. പിന്നെ അതിന് റേറ്റ് ഇടാനും അങ്ങനത്തെ ഉള്ള കാര്യം റേറ്റ് ഞാൻ ചെറുതായിട്ടൊന്ന് കൂട്ടി. കാരണം ഞാനും ഞാൻ ഉള്ളത് പറയാലോ, ഞാൻ ഇതിൽ നിന്ന് സത്യമായിട്ട് സ്വന്തമായിട്ട് ഒരു ഏണിങ്സ് ഉണ്ടാക്കണം എന്നായിരുന്നു എൻ്റെ മെയിൻ ഒരു ആഗ്രഹം. അപ്പോൾ അതെല്ലാവരും സ്മോൾ ബിസിനസ് തുടങ്ങുന്ന എല്ലാവരുടെയും ആഗ്രഹം അതൊക്കെ തന്നെ ആയിരിക്കും, സ്വന്തമായിട്ടൊരു ഏണിങ്സ്. അതൊക്കെ തന്നെയായിരിക്കും എല്ലാവരുടെയും ആഗ്രഹം. അതുപോലെ തന്നെ എനിക്കും അത് തന്നെയായിരുന്നു ആഗ്രഹം. അങ്ങനെ വർക്കൊക്കെ കിട്ടിത്തുടങ്ങി, ഞാൻ ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റി. ഇൻസ്റ്റഗ്രാം വഴി ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത, ഒന്നറിയാത്ത കുറേ കസ്റ്റമേഴ്സിനെ കിട്ടി. അങ്ങനെ വർക്കൊക്കെ ഞാൻ നല്ലതുപോലെ പൊക്കോണ്ടിരിക്കുകയാണ്. പിന്നീടാണ് ഞാൻ അതിന്റെ പിന്നിലുള്ള ഒരു 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 എന്താ പറയാ, അതിന്റെ പിന്നിലുള്ള ഒരു കാര്യം റിയലൈസ് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ ചെയ്തു വരുന്ന വർക്ക് എന്തൊക്കെയാണെന്ന് ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. അതായത് ഈ ചില ഫോട്ടോസ് അതിലേക്ക് ഈ മരിച്ചുപോയവരെ ആഡ് ചെയ്യുക. എല്ലാവരുടെ ആഗ്രഹമായിരിക്കും. ഇപ്പൊ നമ്മുടെയൊക്കെ ഫാമിലി ഫോട്ടോയില് നമ്മുടെ അപ്പൂപ്പൻ, അമ്മമ്മ, അതേപോലെ തന്നെ അച്ഛൻ, അമ്മ മരിച്ചുപോയവരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ചേർന്നിട്ട്, ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് അവരൊക്കെ ചേർന്നിട്ടുള്ള, എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു ഫാമിലി ഫോട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഉള്ള വർക്കൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ കല്യാണ ഫോട്ടോ ഇല്ലാത്തവർക്ക്, അതായത് ഒളിച്ചോടി പോയി കല്യാണം കഴിക്കുന്നവർക്ക്, രജിസ്റ്റർ മാരേജ് ചെയ്യുന്നവർക്കൊന്നും ആ വെഡ്ഡിങ് കോസ്റ്റ്യൂമിലൊന്നും ഫോട്ടോസ് ഉണ്ടാവില്ല. അപ്പൊ അവർക്കൊക്കെ വെഡ്ഡിങ് കോസ്റ്റ്യൂമില് ചെയ്തിട്ട് അങ്ങനത്തെ വർക്കും ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹാപ്പി ഉള്ള ഒരു വർക്കായിരുന്നു വെഡ്ഡിങ് ഫോട്ടോ റീക്രിയേഷൻസ്. പക്ഷെ അതുപോലെ അല്ലായിരുന്നു ഫാമിലി ഫോട്ടോ റീക്രിയേഷൻസ് എന്ന് പറയുന്നത്. ആദ്യമൊക്കെ വലിയ പ്രശ്നമില്ലാതെ ഞാനതിങ്ങനെ ചെയ്തു പോവായിരുന്നു. പിന്നെ എവിടെയാണ് എനിക്ക് വീഴാൻ തുടങ്ങിയെന്ന് വെച്ചാല്, ഓരോ വർക്ക് ഇങ്ങനെ അറിയാത്തവരായിരിക്കുമല്ലോ കൂടുതൽ നമുക്ക് മെസ്സേജ് അയക്കുന്നത്. അപ്പൊ അവരിങ്ങനെ ഫോട്ടോസ് ഒക്കെ തരും. അപ്പൊ ഞാൻ ഒരു ക്യൂരിയോസിറ്റി അല്ല, എന്താന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവരോട് ചോദിക്കും, എങ്ങനെയാണ് മരിച്ചത്, അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ടാവും. അതാണ് മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. ഈ നോർമൽ ഫ്രെയിം, നമ്മൾ ബർത്ത്ഡേ ഫ്രെയിംസ് ഒക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹാപ്പിനെസ് ഉള്ള ഒരു കാര്യമാണ്. കാരണം അവർക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കുക അതൊക്കെയാണ്. പക്ഷെ ഈ ഫാമിലി ഫോട്ടോ റീക്രിയേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഈ മരിച്ചുപോയ ചിലരുടെ ഫോട്ടോസ് അവർ അയച്ചു തരും. അപ്പൊ അവർക്ക് നമ്മളൊരു പുതിയ ഒരു ഇതൊക്കെ കൊടുത്തിട്ട്, നല്ല ഇതൊക്കെ കൊടുത്തിട്ട് അവരുടെ ഫാമിലി മെമ്പേഴ്സിന്റെ കൂടെ ചേർത്ത് വെക്കുക എന്ന് പറയുമ്പം അത് എനിക്ക് ഭയങ്കര ഇമോഷണലി, എനിക്ക് പിന്നെ അത് ഭയങ്കരമായിട്ട് പ്രശ്നമാവാൻ തുടങ്ങി. അത് കൂടാതെ ഞാൻ കസ്റ്റമേഴ്സിനോട് എങ്ങനെയാണ് അവർ മരിച്ചത്, അങ്ങനത്തെ ഉള്ള സ്റ്റോറീസ് ഒക്കെ ചോദിച്ച്, അപ്പൊ അവരുടെ സ്റ്റോറീസ് ഒക്കെ പറഞ്ഞ് പിന്നെ പിന്നെ അതെന്റെ മൈൻഡിൽ ഇങ്ങനെ കിടന്ന് അവിടെ തൊട്ടാണ് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രശ്നങ്ങളെന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയാണ്. കാരണം ഈ ഓരോ സ്റ്റോറീസ് കേൾക്കുമ്പോൾ ചിലരുടെ അച്ഛനാകാം, ചിലരുടെ അമ്മയാവാം, ചിലരുടെ ഹസ്ബൻഡ്സ് ആവാം, മക്കളാവാം, ഗ്രാൻഡ് പാരൻസ് ആവാം. അപ്പോ ഇവര് മരിച്ചുപോയി ആ സ്റ്റോറി കേൾക്കുമ്പം എന്തോ എന്തെന്നില്ലാത്ത ഒരു ഫീലിങ്സ് വരും മനസ്സിൽ. അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ, എനിക്ക് എക്സ്പ്രസ് ചെയ്യാനോ പറ്റത്തില്ല. അത് വർക്ക് ചെയ്ത് തീരുന്നത് വരെയും അവരുടെ മുഖം കാണുമ്പോൾ എനിക്ക് എൻ്റെ മൈൻഡിൽ കൂടെ ഭയങ്കര, എന്താ പറയാ, നെഗറ്റീവായിട്ടുള്ള ഒരു ഫീലിങ്സ് ഇങ്ങനെ വരുമായിരുന്നു. അതില് ഞാൻ ചെയ്തിട്ടുള്ളതിൽ വെച്ചിട്ട് എനിക്ക് ഇമോഷണലി ഭയങ്കര, എല്ലാ വർക്കും ഇമോഷണലി ഭയങ്കര ഹേർട്ടിംഗ് ആയിട്ടുള്ള വർക്ക് തന്നെയായിരുന്നു. പക്ഷെ അതില് ഞാൻ ചെയ്തിട്ടുള്ളതിൽ എനിക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ് അല്ല, ഭയങ്കരമായിട്ട് എനിക്ക് ഇമോഷണലി ഇതായിട്ടുള്ള ഒരു വർക്ക് ഉണ്ട്. ആ വർക്കിന്റെ ഫോട്ടോ ഞാൻ ദേ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിരിക്കാം കേട്ടോ. എന്താന്ന് വെച്ചാല് ഒരു കുട്ടി, പേരെനിക്ക് ഓർമ്മയില്ല കറക്റ്റ്. അവൾ എനിക്ക് മെസ്സേജ് അയക്കുന്നത് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അച്ഛൻ, ആ ഫ്രണ്ടിന്റെ ചെറുപ്പത്തിലെ മരിച്ചുപോയതാണ്. അപ്പം അമ്മയും ആ ഫ്രണ്ടിന്റെ സിസ്റ്ററും ആയിട്ട് നിൽക്കുന്ന ഫോട്ടോയിലേക്ക് ഈ അച്ഛനെയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആളെന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ഛനുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു, അച്ഛൻ ചെറുപ്പത്തിലെ മരിച്ചുപോയതാണ്, അപ്പൊ ഇത് കാണുമ്പോൾ എന്തായാലും അവന് ഭയങ്കര സന്തോഷം ഉണ്ടാവും, ചേച്ചി മാക്സിമം അതൊന്ന് അടിപൊളിയാക്കി ചെയ്തു തരണേന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഓക്കെ ഒക്കെ പറഞ്ഞു. ഞാൻ ആ വർക്ക് ചെയ്യുന്നത് ഏകദേശം ഒരു രാത്രി 12 മണി സമയത്താണ്. അത് നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല. കാരണം ഞാനിങ്ങനെ ചെയ്ത് എനിക്ക് പിന്നെ ഫുൾ ടൈം ഇതൊക്കെ ചെയ്ത് എനിക്ക് പിന്നെ ഉറക്കമൊന്നും കിട്ടാറില്ല. കാരണം ഇങ്ങനത്തെ വർക്കുകളാവുമ്പോൾ അതിന് പിന്നിലുള്ള ഓരോ സ്റ്റോറീസ് കേൾക്കുമ്പോൾ മൈൻഡ് ഭയങ്കര ഡിസ്റ്റർബ് ആവും.
അപ്പൊ ഞാൻ ആൾക്ക് പിറ്റേന്ന് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ 12 മണിക്കിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. രാത്രി 12 മണിക്ക്. അപ്പോൾ ഇവിടെ വിഷ്ണുവേട്ടനില്ലായിരുന്നു. വിഷ്ണുവേട്ടൻ ഡ്യൂട്ടിക്കായിരുന്നു. ആൾക്ക് ഒരു ദിവസം ഡ്യൂട്ടി ഉണ്ട്, ഒരു ദിവസം ഡ്യൂട്ടി ഇല്ല, അങ്ങനെയാണ്. അപ്പോൾ ആളില്ലാത്ത ദിവസമാണ് ഞാൻ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 12 മണിയൊക്കെ കഴിഞ്ഞ് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ, ഒരു 12 മണിക്ക് മുന്നേ വരെ ഞാൻ ആ കുട്ടിക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്, സജഷൻസ് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവളോട് പറഞ്ഞു, എന്തായാലും രാവിലെ തന്നെ ഞാൻ ഫോട്ടോ സെറ്റാക്കി അയച്ചു തരാം, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, പെട്ടെന്ന് തന്നെ ഫോട്ടോ ഒക്കെ സെറ്റ് ചെയ്ത് അയച്ചു തരാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിങ്ങനെ ഇരുന്ന് ഫോട്ടോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ അച്ഛൻ്റെ ഫേസ് കാണുമ്പം എനിക്ക് ഭയങ്കര, എന്താ പറയാ, പറയാൻ പറ്റത്തില്ല ആ ഫീലിങ്സ് എന്താന്നുള്ളത്. ആ അച്ഛനെ ആ മോന്റെ അടുത്ത് ഇങ്ങനെ വെക്കുമ്പോൾ എന്തുമാത്രം ആഗ്രഹങ്ങൾ ബാക്കി വെച്ചിട്ടാവും ആ അച്ഛൻ പോയത്, അങ്ങനത്തെ ഉള്ള കുറെ ചിന്തകൾ വരാൻ തുടങ്ങി. അങ്ങനെ ഞാനിങ്ങനെ ടാബിലാണ് ചെയ്യുന്നത്. പേന വെച്ചിട്ട് ഇങ്ങനെ ടാബിലിരുന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീടിന്റെ എയർ ഹോളിന്റെ ഒക്കെ എയർ ഹോൾ ഉണ്ടാവുമല്ലോ റൂമിലൊക്കെ. അപ്പോൾ ആ എയർ ഹോളിന്റെ ഉള്ളിൽ കൂടി ഈ രാത്രിയൊക്കെ വരുന്ന ഒരു ചെറിയൊരു ശലഭം, ഒരു ബട്ടർഫ്ലൈ ഉണ്ടല്ലോ. എൻ്റെ വീട്ടിൽ അമ്മ പറയാറുണ്ടായിരുന്നു, ഈ മരിച്ചു പോയവരാണ് രാത്രി നിശാശലഭമായിട്ട് വരാറുള്ളതെന്നൊക്കെ. അപ്പൊ അതുപോലത്തെ ഒരു ബ്രൗൺ കളർ ചെറിയ ചിത്രശലഭം വന്നിട്ട് ഞാനിങ്ങനെ വർക്ക് ചെയ്യാണ്. എൻ്റെ കൈയിന്റെ ഇവിടെ വന്നിങ്ങനെ ഇരുന്നു. അപ്പൊ എനിക്ക് പെട്ടെന്ന് എൻ്റെ മൈൻഡില്, അയ്യോ ഇതെന്താ, ഇതിപ്പോ എന്താ ഇതിങ്ങനെ വന്നിരിക്കുക, അങ്ങനത്തെ ഒരു ഫീലായി. ഞാൻ അങ്ങനെ ഇതിനെ ഊതി പറപ്പിച്ചു. ഞാൻ ഫാൻ നിർത്തി, കാരണം ഇനി ഫാനിന്റെ ഇടയിൽ കുടുങ്ങി അത് ചത്തുകൊണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ വർക്ക് ചെയ്തു. ഇത് പിന്നെയും എൻ്റെ അടുത്ത് കിടന്നിട്ട് ഇങ്ങനെ വട്ടം കറങ്ങുക. അപ്പൊ എനിക്ക് ഭയങ്കര നെഗറ്റീവായിട്ട്, പേടിയല്ല ശരിക്കും പറഞ്ഞാല്. ആ സമയത്ത് സത്യം പറയാലോ, എനിക്ക് ഒരു പേടിയും വന്നില്ല. എനിക്ക് അതിനേക്കാട്ടിലും കൂടുതൽ, എന്താ പറയാ, ഭയങ്കര ഇമോഷണലി സങ്കടമാണ് വന്നത്. കാരണം എനിക്ക് ഉറപ്പാണത് അത് ആ അച്ഛൻ തന്നെയായിരുന്നു. ഞാൻ ആ എഡിറ്റ് ചെയ്ത ഫോട്ടോ ഇല്ല, ആ ഫോട്ടോയില് ആ അച്ഛന്റെ ഫേസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു ചിത്രശലഭം വന്നത്. ഞാനത് ചെയ്ത് തീരുന്നത് വരെയും എൻ്റെ അടുത്ത് തന്നെ അത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതെനിക്ക് ഭയങ്കര ടച്ച് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനിത് ആ കുട്ടീനോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വിഷ്ണുവിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ മെന്റലി ഭയങ്കര ഡൗൺ ആവാൻ തുടങ്ങി. കാരണം ഓരോരുത്തരുടെ സ്റ്റോറീസ് കേൾക്കുമ്പം ഭയങ്കര ടെൻഷൻ ആവാൻ തുടങ്ങി. ഫുൾ ടൈം ഇത് തന്നെ മൈൻഡിൽ ഇങ്ങനെ, ഈ നമ്മളും ഇതേപോലെ ആഗ്രഹങ്ങളൊക്കെ ബാക്കി വെച്ച് മരിച്ചു പോയാൽ നമ്മുടെ കൂടെയുള്ളത് എന്തുമാത്രം വിഷമിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ ചിന്തകൾ വരാൻ തുടങ്ങി എനിക്ക്. അങ്ങനെ ആ ഫോട്ടോ ചെയ്തു. ആ കുട്ടി എനിക്ക് റിയാക്ഷൻ വീഡിയോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. റിയാക്ഷൻ വീഡിയോ കണ്ടപ്പോൾ കുറച്ചുകൂടെ എനിക്ക് സങ്കടമായി. എന്ത് ചെയ്യാനാ, പക്ഷെ ചെയ്തല്ലേ പറ്റുള്ളൂ. പിന്നെ ഞാൻ വർക്കുകൾ എടുത്തു. പക്ഷെ ഓരോ വർക്കിന് പിന്നിലും ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. ഒരുപാടെന്ന് വെച്ചാല് നമുക്ക് കേൾക്കുമ്പോ, എന്താ പറയാ, നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവരാണെന്ന് തോന്നിപ്പോകുന്ന ടൈപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ വേറൊരു വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫോട്ടോയും എൻ്റെ ഗാലറിയിൽ ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അതെന്താന്ന് വെച്ചാല്, ഒരു ചേച്ചിയായിരുന്നു മെസ്സേജ് ചെയ്തത്. ആ ചേച്ചിയുടെ മോന് ബർത്ത്ഡേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. മോന് 1 വയസ്സെങ്ങാണ്ടുള്ളപ്പോഴാണ് ആ ചേച്ചിന്റെ ഹസ്ബൻഡ് മരിച്ചു പോണത്. അതും ഒന്നും എന്താ പറയാ, പെട്ടെന്ന് വീട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു. ആള് ആ ചേച്ചിനോട് പറഞ്ഞു, ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വേഗം വരാം എന്ന് പറഞ്ഞു പോയ ആള് തിരിച്ചു വരുന്നത് മരിച്ചിട്ടാണ്. അപ്പൊ അത് പറയുമ്പോ ആ ചേച്ചിക്ക് ഭയങ്കര, ഞാൻ ആ വർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ആള് എനിക്ക് മെസ്സേജ് അയക്കുന്നത് കരഞ്ഞിട്ടായിരുന്നു. അപ്പൊ അങ്ങനത്തുള്ള അത് ചെയ്തപ്പോഴും എന്റെ മൈൻഡില് പറയാൻ പറ്റത്തില്ല. ആ ഫീലിങ്സ് ഒന്നും നമുക്ക് എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് എക്സ്പ്രസ് ചെയ്യാനേ പറ്റത്തില്ല. അപ്പോ ഈ ഓരോ കസ്റ്റമേഴ്സ് എന്നോട് വന്നിട്ട് പറയാറുണ്ട്, ചേച്ചി ചെയ്യുന്ന വലിയൊരു കാര്യമാണ്, ഒരുപാട് പേർക്ക് സന്തോഷം ഉണ്ടാവുന്ന ഒരു കാര്യമാണ്, ഒരിക്കലും നടക്കത്തില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളാണ് ചേച്ചി നടത്തി കൊടുക്കുന്നത്. അതൊരു ഫോട്ടോയുടെ രൂപത്തിലാണെങ്കിലും അത് ഒരുപാട് പേർക്ക് ഭയങ്കര എന്താ പറയാ, സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഒക്കെ പറയുമ്പം ഒരു സന്തോഷം തോന്നാറുണ്ടെങ്കിലും ഈ അവർ തരുന്ന ഫോട്ടോസ് കാണുമ്പോൾ ഞാൻ അതേപോലെ തന്നെ ഇമോഷണലി ഇതാവാറുണ്ട്. എനിക്ക് കിട്ടുന്ന ഓരോ വർക്കിലും ഞാൻ അത്രയും എഫേർട്ട് എടുത്തിട്ട്, അത്രയും എൻ്റെ മൈൻഡ്, എന്താ പറയാ, ഇതാക്കിയിട്ടാണ് ഞാൻ ഓരോ വർക്കും ചെയ്യുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. കാരണം അത് എന്നെ മെന്റലി അത് ഭയങ്കരമായിട്ട് ഇതാക്കുന്നുണ്ട്. കാരണം എനിക്ക് ഫുൾ ടൈം ഇത് തന്നെയാണ് ചിന്ത. പിന്നെ ഞാൻ എപ്പോഴും മരണത്തിനെ പറ്റിയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. കാരണം
സീരിയസ്ലി ഞാൻ പിന്നെ മരണത്തിനെ പറ്റിയിട്ട് മാത്രം ചിന്തിക്കുന്ന ദിവസങ്ങളുണ്ടായിരുന്നു. അതായത് പേടിയായി തുടങ്ങി. എന്റെ കൂടെയുള്ള ആളുകൾ, ഇപ്പൊ എന്റെ അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, ഹസ്ബൻഡായിക്കോട്ടെ, ആരായിക്കോട്ടെ, അവരെ കാണുമ്പോഴൊക്കെ എനിക്ക് അയ്യോ ഇവരില്ലാതെ ഞാൻ ഇനി എങ്ങനെ ജീവിക്കും? ഇവർക്ക് എന്തെങ്കിലും പറ്റിയാ എനിക്ക് എന്താ പറ്റുക? അങ്ങനത്തെ ഒക്കെ ഉള്ള ഓരോരോ ചിന്തകൾ വരാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാല് ശരിയാവത്തില്ല. എന്റെ മൈൻഡ് ഭയങ്കരമായിട്ട് ഡൗൺ ആവാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ അപ്പൊ അതെന്റെ 2 ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തു, വിഷ്ണുവിനോട് ഷെയർ ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് നാളൊരു ബ്രേക്ക് എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഒരു ബ്രേക്ക് എടുത്തു. കുറച്ച് നാളത്തേക്ക് വർക്കൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെയും ഞാനിരുന്ന് ആലോചിച്ചു. പക്ഷെ അത് ചെയ്യുമ്പോൾ ഞാൻ മറ്റുള്ളവർക്ക് ഒരുപാട് ഹാപ്പിനെസ് കൊടുക്കുകയാണല്ലോ. ഞാൻ കാരണം ഒരുപാട് പേര് സന്തോഷിക്കുന്നുണ്ടല്ലോ. ഞാൻ മാത്രമല്ല ഇങ്ങനത്തെ ഒരു വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ളവരുണ്ട്. അപ്പോ അവരൊക്കെ ഈ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ എന്നെ കൊണ്ട് പറ്റുന്നത് എനിക്കിപ്പം പൈസ ആയിട്ടോ അല്ലെങ്കിൽ വലിയ കാര്യങ്ങളൊന്നും മറ്റുള്ളവർക്ക് കൊടുത്ത് അങ്ങനത്തെ സഹായിക്കാൻ പറ്റിയ ഒരു സ്റ്റേജിലൊന്നും അല്ല ഞാൻ. എനിക്ക് സ്വന്തമായിട്ടൊരു ജോലിയൊന്നും ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു കാര്യം, മറ്റുള്ളവരുടെ മുഖത്തൊരു ചിരി നമ്മളെ കൊണ്ട് വരുത്താൻ പറ്റുകയാണെങ്കിൽ അതാണല്ലോ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ സ്റ്റാർട്ട് ചെയ്യാന്ന്. ഇതിൽ നിന്ന് ഞാൻ ഏണിങ്സും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അത് വേറൊരു കാര്യം. ഞാൻ സ്വന്തമായിട്ട് പല കാര്യങ്ങളും ഇതിൽ നിന്ന് ഉണ്ടാക്കി. നമുക്ക് നമ്മൾ ചെയ്യുന്ന വർക്കിനുള്ള പേയ്മെന്റ് നമുക്ക് കിട്ടും. അത് നമ്മൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന പൈസയാകുമ്പോൾ നമുക്ക് അതിന് ഭയങ്കര ഇതായിരിക്കും. അപ്പോൾ അത് വേറൊരു കാര്യം. ഏണിങ്സിന്റെ കാര്യം വേറെ. എല്ലാവരും സ്മോൾ ബിസിനസ് എന്ന് പറയുന്ന സംഭവം ചെയ്യുന്നത് ഏണിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമൊക്കെ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഏണിങ്സിനെക്കാട്ടിലും എനിക്ക് ഇതിൽ നിന്ന് ഒരുപാട് നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ സ്വന്തമായിട്ട് ഈ നെഗറ്റീവ് ഒക്കെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ഞാൻ സത്യം പറയണ, ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ അവരോട് ഒരു സ്റ്റോറിയും ചോദിക്കാൻ പോയില്ല. ചോദിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്റെ മൈൻഡിൽ ആ സ്റ്റോറി കിടന്നിട്ട് പിന്നെ എന്നെ അത് ഇമോഷണലി ഭയങ്കര ഹേർട്ട് ആക്കും. അതുകൊണ്ട് തന്നെ ഇപ്പം വർക്ക് കിട്ടുന്നത് ഞാൻ ഫോട്ടോസ് തരുന്നു, അത് ചെയ്യുന്നു. ഇപ്പോഴും ആ മരിച്ചുപോയവരുടെ ഫോട്ടോസ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമൊക്കെ വരാറുണ്ട്. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ മൈൻഡ് ഒന്ന് പോവാറുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഇപ്പോഴും വർക്ക് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ദൈവം സഹായിച്ച് വർക്കൊക്കെ കിട്ടുന്നുണ്ട്. അവിടുന്ന് ഇവിടുന്ന് ഒക്കെ അത്യാവശ്യം വർക്കൊക്കെ ഇപ്പൊ കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാടൊന്നും അല്ല, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും വർക്കൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നത് വിഷ്ണുവേട്ടൻ തന്നെയാണ്. ആള് ഭയങ്കര സപ്പോർട്ടാണ്. എന്നെ ഹെൽപ്പ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയാ, ഞാൻ ഈ വീട്ടിൽ നിന്ന് എഡിറ്റിംഗ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ബാക്കി ഫ്രെയിമിന്റെ കാര്യങ്ങൾ, അത് കൊറിയർ അയക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ പുള്ളി തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ വിഷ്ണുവിന്റെ വീട്ടില് അമ്മയാണെങ്കിലും എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പൊ എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടെങ്കിൽ അമ്മയോട് ഞാൻ പറയാം, അമ്മ വർക്ക് ചെയ്യാണ്ടെന്ന് പറഞ്ഞാല് അമ്മ ഒന്നും പറയില്ല. അമ്മ പറയാം മോള് പോയി വർക്ക് ചെയ്തോ എന്നൊക്കെ പറയാം. അപ്പം അത്രയും സപ്പോർട്ട് എനിക്ക് വീട്ടിൽ നിന്ന്, ഇവിടെ വിഷ്ണുവിന്റെ വീട്ടിൽ നിന്നും കിട്ടുന്നുണ്ട്. എന്റെ വീട്ടിൽ നിന്നാണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാനിപ്പം ഇവിടെ വരെ എത്തിയത്. അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ കുറേ നാളായിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതായത് ഇതുപോലെ എന്നെപ്പോലെ എന്തെങ്കിലും ഒരു, അതിപ്പോ നമുക്കറിയുന്ന എന്തെങ്കിലും ഒരു സ്മോൾ ബിസിനസ് അത് നമ്മൾ ചെയ്യാൻ ഇങ്ങനെ ഇതാക്കി വെക്കുന്നുണ്ടെങ്കിൽ അതിപ്പോ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് അതിന് നീട്ടിക്കൊണ്ട് പോവേ ചെയ്യരുത്. കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ആയിരിക്കും അതെന്ന് പറയുന്നത്. സീരിയസ്ലി ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയാണ്. ഈ ഒരു AV ആർട്സ് എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു സ്മോൾ ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി, ഒരുപാട് ആൾക്കാരുമായിട്ട് ഇന്ററാക്ഷൻ ചെയ്യാൻ പറ്റി. അതിലൊക്കെ ഉപരി ഒരുപാട് പേര് ഞാൻ കാരണം സന്തോഷപ്പെട്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. എന്നെ ചില അമ്മമാരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കും, മോളെ ഈശ്വരൻ കാക്കും, കാരണം ഒരിക്കലും നടക്കത്തില്ല എന്ന് വിചാരിച്ച കാര്യം അവര് മരിച്ചുപോയൊരു ഫോട്ടോ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പം അവരെ ആ കണ്ണുനീരും, എന്നോട് കുറേ അമ്മമാർ എന്നെ ബ്ലസ് ചെയ്തിട്ടുണ്ട്. മോളെ ഈശ്വരൻ കാക്കും, ഞങ്ങൾ അനുഗ്രഹം എപ്പോഴും മോക്കുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ തന്നെയാണല്ലോ ഒരാൾക്ക് വേണ്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വലിയ കാര്യമാണ്. എന്തായാലും ഈ ഒരു വീഡിയോന്റെ കൂടെ ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് വർക്ക് ഫോട്ടോസും ഒക്കെ എന്റെ ഗാലറിയിൽ ഉള്ളതൊക്കെ ഞാൻ കുറച്ചൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കാണിക്കാം കേട്ടോ.
അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോ ആരോടും അങ്ങനെ സ്റ്റോറീസ് ചോദിക്കാറില്ല. അത് സത്യം പറഞ്ഞാല് എനിക്ക് എന്റെ മൈൻഡ് ഓക്കെ ആവാത്തത് കൊണ്ടാണ് ഞാൻ അതായത് സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ അവരെങ്ങനെയാണ് മരിച്ചത് അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചോദിക്കാറില്ല. കാരണം ചോദിക്കുമ്പം അതിന് പിന്നിലുള്ള ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ഓക്കെ ആവാറില്ല. പക്ഷേ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാനൊരു വർക്ക് ചെയ്തു. ഒരാഴ്ച മുന്നേ ചെയ്ത വർക്കാണ്. അതിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം. അതില് ഒരു ചേച്ചിയും ഒരു ഏട്ടനും, അവരുടെ കൂടെ ഒരു കുട്ടീനെ ആഡ് ചെയ്യുമെന്നായിരുന്നു അയാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ കുട്ടി എന്നോട് പറഞ്ഞു ആ കുട്ടി മരിച്ചുപോയതാണെന്ന്. അത് എനിക്ക് അയാളോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ആ കുഞ്ഞ് മരിച്ചത്. പക്ഷെ ഞാൻ മനഃപൂർവ്വം അത് ചോദിക്കാതിരുന്നു. കാരണം എനിക്കത് അറിഞ്ഞു കഴിഞ്ഞാല് മൈൻഡ് ഓക്കെ ആവില്ല. അപ്പൊ ഞാനത് മനഃപൂർവ്വം ഞാൻ ചോദിക്കാതെ വർക്കൊക്കെ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറേ ദിവസം എടുത്തിട്ടാണ് ഞാനത് കംപ്ലീറ്റ് ചെയ്തത്. കാരണം എനിക്ക് ആ കുഞ്ഞിന്റെ ഇത് ചെയ്യുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര വിഷമം വരികയാണ്. അത്രയും ചെറിയ പ്രായത്തിൽ അത് അതിങ്ങനെ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് കേട്ടോ. അപ്പൊ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ആളെ ഫോട്ടോ ഒക്കെ കാണിച്ചു. എന്നിട്ടും എന്റെ മൈൻഡിൽ ഞാൻ ഇങ്ങനെ വിചാരിക്കരുത് ചോദിക്കരുത് എന്നുള്ളേ. പക്ഷെ ആളോട് ഞാൻ ചോദിച്ചു എങ്ങനെയാണ് കുഞ്ഞ് മരിച്ചതെന്ന് ചോദിച്ചപ്പോ ആളെന്നോട് പറഞ്ഞു അതിന് പനിയായിരുന്നു, ന്യൂമോണിയ വന്നിട്ട് മരിച്ചതാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സീരിയസ്ലി ഞാൻ രാത്രി കിടക്കുമ്പോഴൊക്കെ ആ കുഞ്ഞിന്റെ മുഖം എന്റെ മൈൻഡിൽ ഇങ്ങനെ പെട്ടെന്ന് വരും. ഞാനപ്പോ പെട്ടെന്ന് കണ്ണു തുറന്ന് എഴുന്നേക്കും. അങ്ങനത്തൊക്കെയുള്ള പല ഇതും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഞാൻ ആലോചിക്കും, ഞാൻ ചെയ്യുന്നത് ഒരു നല്ല കാര്യമല്ലേ? അല്ലാതെ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമല്ല. പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്? അതിപ്പം ഈ ഭൂമിയിൽ ഇല്ലാത്തവരാണ്. പക്ഷെ അവരുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒരു ഫോട്ടോയുടെ രൂപത്തിലെങ്കിലും ചെയ്ത് കൊടുക്കാൻ എന്നെക്കൊണ്ട് പറ്റാന്നുള്ളത് അത് വലിയൊരു കാര്യമാണല്ലോ. അപ്പൊ എന്തിനാണ് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്? ഞാൻ സ്വന്തമായിട്ട് വിചാരിക്കുമെങ്കിലും പിന്നെയും മൈൻഡിൽ ഇങ്ങനെ നെഗറ്റീവ്സ് വരാറുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇത്രയൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറയാൻ വിചാരിച്ചത്. ഇതിൽ ഞാൻ എന്തൊക്കെയാ പറഞ്ഞത് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. ഞാൻ എന്റെ മൈൻഡിൽ കുറെ കാര്യങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പറയാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഞാൻ പറഞ്ഞെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോ എന്റെ ലൈഫില് ഞാൻ ചെയ്തൊരു സ്മോൾ ബിസിനസ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാക്കിയ മാറ്റങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ. അപ്പൊ ഇനി നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെയൊക്കെയുള്ള സ്വന്തമായിട്ടൊരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും താമസിക്കരുത്. ഇപ്പൊ തന്നെ ചെയ്തോളൂ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുക്കാൻ പോണ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ തന്നെ ആയിരിക്കും അത്. അതിപ്പോ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ കയ്യിൽ ഒരു വരുമാനം എന്നതിലുപരി നമ്മളൊരു ഹാപ്പിനെസ് നോക്കിയാൽ മതി. ആദ്യമൊക്കെ വർക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമുക്ക് ഒരുപാടൊന്നും അല്ലെങ്കിലും കുറച്ചൊക്കെ വർക്ക് കിട്ടി തുടങ്ങും. ദൈവം സഹായിച്ച് ഇനി എനിക്ക് വർക്കുകൾ കിട്ടട്ടെ. എല്ലാവർക്കും ഇതുപോലെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വർക്കുകളൊക്കെ കിട്ടട്ടെ. അപ്പോ എല്ലാവരും എന്റെ ഈ ഒരു സ്മോൾ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ഇനിയും നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. പിന്നെന്താ പറയാനുള്ളേ? പിന്നെ ഇപ്പം പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. കുറെ നാളായിട്ട് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന്. ഇതിലിപ്പം പ്രത്യേകിച്ച് കണ്ടന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ചെയ്തിട്ടുള്ള വർക്ക്സ്, എനിക്ക് ഉണ്ടായിട്ടുള്ള ഫീലിങ്സ്, അതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി. അതുകൊണ്ട് മാത്രം ഷെയർ ചെയ്തതാണ്. അപ്പൊ ഇനി എല്ലാ ദിവസവും ലോങ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യണം കേട്ടോ. ഞാൻ ആരെ നിർബന്ധിക്കത്തൊന്നുമില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം. അതുവരെ